ഹായ് ഹലോ ഏഞ്ചൽ ബ്ലെസ്സിങ്ങിലേക്ക് സ്വാഗതം. നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെയും നിങ്ങളുടെയും റിലേഷൻഷിപ്പിനിടയിൽ തേർഡ് പാർട്ടീസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. നല്ല രീതിയിൽ പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങളിതിലൊരു കാർഡ് സെലക്ട് ചെയ്യുക. തേർഡ് പാർട്ടി എന്ന് പറയുമ്പം ഒരു പേഴ്സൺ മാത്രമല്ല, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ തകർക്കുന്നതായിട്ടുള്ള ഏത് സിറ്റുവേഷനും ഏത് സാഹചര്യവും തേർഡ് പാർട്ടിയാണ്. അപ്പോൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഓക്കെ. അപ്പോൾ നിങ്ങളിതിലൊരു കാർഡ് മനസ്സിൽ നിങ്ങളുടെ പേഴ്സണെയും മനസ്സിൽ വിചാരിച്ചിട്ട് നിങ്ങളുടെ ഇടയിൽ തേർഡ് പാർട്ടി ഉണ്ടോ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ ഒരു കാർഡ് സെലക്ട് ചെയ്യുക. ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തവരുടെ ഇടയിൽ ഇവിടെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് കൂടുതലും മണി ആൻഡ് കരിയറാണ് കൂടുതലും പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഇതായിട്ടാണ് ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തവർക്ക് കാണുന്നത്. അവർക്ക് കൂടുതൽ അവർ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അവരുടെ അധികാരത്തിലേക്കാണ് അവർക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. നാട്ടിലെ നൈമും ഫെയിമും ഒക്കെയാണ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലേക്ക് കൂടുതൽ മാറുമ്പോൾ നിങ്ങൾക്ക് ടൈം തരാതെ പോകുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ ഫസ്റ്റ് കാർഡിന് തേർഡ് പാർട്ടീസായിട്ട് വന്നിരിക്കുന്നത്. സെക്കൻഡ് കാർഡിൽ തീർച്ചയായിട്ടും ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട്. ഒരു ഡബിൾ എനർജിയാണ്. അത് ആരുമാകാം, അവരെ പേരൻസ് ആകാം, അല്ലെങ്കിൽ ലവ് തേർഡ് പാർട്ടി ആകാം, ഫ്രണ്ട്സ് ആകാം. അവരുടെ കയ്യിൽ ഒരു കളിപ്പാവയെ പോലെ അവരെന്താണോ പറയുന്നത് അതനുസരിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ കൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്നു. അത് അവരുടെ കൺട്രോളിലല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോകുന്നത്. ഒരു തേർഡ് പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരു ഡബിൾ എനർജിയുടെ കൺട്രോളിലാണ് പോകുന്നത്. ഓക്കെ, മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇവിടെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. നല്ല രീതിയിൽ തേർഡ് പാർട്ടീസും ഇവിടെ പ്രസൻ്റ് ആയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ തേർഡ് പാർട്ടിയോടാണ് ഇപ്പോൾ അവർ പറയുന്ന കാര്യങ്ങളാണ് കൂടുതൽ അവർ മുഖവിലേക്ക് എടുക്കുന്നത്. കാരണം ഇവിടെ ഒരു ഫാമിലി ആകാം, അവരുടെ പേരൻസ് ആകാം, സാമ്പത്തികവും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളും ആകാം. ഓക്കെ, ഇതെല്ലാം ഇവിടെ വന്നിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ തേർഡ് പാർട്ടി എന്തായാലും നിങ്ങളുടെ ഈ ഒരു കാർഡ്സിൽ കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. തേർഡ് പാർട്ടി പൂർണ്ണമായും വിട്ടുപോകുമോ? ഈ റിലേഷൻഷിപ്പിൽ നിന്നും തേർഡ് പാർട്ടി പൂർണ്ണമായും വിട്ടുപോകുമോ? ഇവിടെ സിക്സ് ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് ഗിവ് ആൻഡ് ടേക്ക് തരും. നിങ്ങൾ എന്താണോ നിങ്ങളുടെ പേഴ്സണിന് വേണ്ടി കൊടുത്തിരിക്കുന്നത് അത് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും. നല്ലൊരു ഗ്രോത്ത് വരുന്നുണ്ട്. ഓക്കെ, തേർഡ് പാർട്ടി നിങ്ങളിൽ നിന്നും വിട്ടുപോകുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ 6 ആണ് വന്നിരിക്കുന്നത്, റിലേഷൻഷിപ്പിൻ്റെയാണ്. ഓക്കെ, ആ ഒരു സിറ്റുവേഷനിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നത്